ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഹിന്ദിയിലെ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന കവിതയുടെ ഒരു ആസ്വാദന ടിപ്പണിയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടിപൊളി ഉഡായിപ്പ് ടിപ്പണി. വളരെ കുറച്ചേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഈ ഒരു വരുന്ന നമ്മുടെ മോഡൽ എക്സാമിലോ അതല്ലെങ്കിൽ അതിനുശേഷം വരുന്ന പബ്ലിക് എക്സാമിലോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 മാർക്കിന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് മിസ് ചെയ്യേണ്ട. നമുക്ക് ആകെ കുറച്ച് കവിതകളേ ഉള്ളൂ. അറിയാലോ, റൂട്ടാ പഹിയ കാലോ ഉസ്കേ ബാദ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കവിതകളേ ഉള്ളൂ. അതിലൊരു കവിതയാണ് ഈ ബച്ചേ കാം പർ ജാ രഹേ. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ എന്നാ പിന്നെ മക്കളെ, നമുക്ക് അധികം സമയം ലേറ്റ് ആക്കണ്ട, നമുക്ക് തുടങ്ങാം. അർത്ഥം പറഞ്ഞുതരും, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താണ്? കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലേ. ബച്ചേ കാം പർ ജാ രഹേ ഹേ. രാജേഷ് ജോഷി എന്ന് പറഞ്ഞ റൈറ്ററാണ് ഇത് എഴുതിയത്. അപ്പൊ ഏതായാലും നമുക്ക് തുടങ്ങാം. ഹിന്ദി സാഹിത്യത്തെ പ്രമുഖ കവി, ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയായ ശ്രീ രാജേഷ് ജോഷി की सुंदर कविता है बच्चे काम पर जा रहे हैं. ശ്രീ രാജേഷ് ജോഷി എഴുതിയ ഒരു സുന്ദരമായ കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹേ. ഇങ്ങനെ നിങ്ങൾ ഏതൊരു ആസ്വാദന ടിപ്പണി എഴുതുന്ന സമയത്തും ആദ്യം തന്നെ നമ്മുടെ കവിയുടെ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതുപോലെ കവിതയുടെ പേര് ഹെഡിങ് ആയിട്ടും കൊടുക്കണം, മറക്കരുത്. അതിന് 1/2 മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ എഴുതി പഠിക്കാം. ഇനി നെക്സ്റ്റ് സെന്റൻസ് എന്താ? ഇസ് കവിതാമേം, ഈ കവിതയിൽ കവി ബാലശ്രം കെ ബാരേമേം കഹത്തെ ഹേ. ബാലശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലവേല എന്നാണ് അർത്ഥം. നിങ്ങളുടെ ടെസ്റ്റിലുള്ള വാക്യനാണ്. അപ്പം ഈ കവിതയിൽ ബാലവേലയെ കുറിച്ചാണ് കവി പറയുന്നത്. അപ്പൊ കവിതയുടെ തീം കിട്ടിയല്ലോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കൂടി എക്സ്ട്രാ കിട്ടി. അപ്പൊ ഇത്ര എഴുതിയാൽ തന്നെ ഏകദേശം 2 മാർക്കിനുള്ള വകുപ്പായി. ഇനി ബാക്കിയുള്ള മാർക്കല്ലേ, ബാക്കിയുള്ള മാർക്ക് നമ്മൾ കുറച്ചായി വരികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ശ്രദ്ധിക്കാം. കവി കഹത്തെ ഹേ കി, കവി പറയുകയാണ്, ബച്ചോം കാ കാം പർ ജാന ആജ് കെ സമാനെ മേം സബ്സെ ഭയാനക സ്ഥിതി ഹേ. കുട്ടികൾ ജോലിക്ക് പോവുക എന്നത് ഇന്നത്തെ കാലത്തിന്റെ സബ്സെ ഭയാനക സ്ഥിതി ഹേ, വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണെന്ന്. ദെൻ बचपन बच्चे के लिए खेलने और पढ़ने का समय है. കുട്ടിക്കാലം, ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം എന്നാണ് അർത്ഥം. കുട്ടിക്കാലം കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനുമുള്ള സമയമാണ്. നിങ്ങളുടെ സമയമല്ലേ, നിങ്ങളൊക്കെ കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രായമല്ലേ. ഫിർ ബി, എന്നിട്ടും വേ അവർ കാം പർ ജാനെ കോ മജ്ബൂർ ഹോത്തെ ഹേ, ജോലിക്ക് പോവാൻ നിർബന്ധിതരാകുന്നു. മജ്ബൂർ എന്നാണ് നിർബന്ധിക്കുക അല്ലേ. ദെൻ ബച്ചോं के पढ़ने और खेलने के अवसर നിഷിദ്ധ ഹോനെ കാ മുഖ്യ കാരണം ഗരീബി ഹേ. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനും പഠിക്കാനും പോകുന്നതിന്റെ അവസരം നിഷിദ്ധമാക്കപ്പെടുന്നതിന്റെ, അതായത് ഇല്ലാതാകുന്നതിന്റെ യഥാർത്ഥ കാരണം, മുഖ്യ കാരണം എന്താണ്? ഗരീബി ഹേ, ദാരിദ്ര്യമാണെന്നാണ് പറയുന്നത്. യഹ് ബാത്ത് ഹം സബ് ജാൻതേ ഹേ, ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമ്മൾ കവിതയിലെ തന്നെ ചില വരികൾ എടുത്തിട്ടുള്ളതാണ് അടുത്ത പാരഗ്രാഫ്. നിങ്ങൾക്ക് എന്തായാലും കവിതയിലെ കുറച്ച് വരികൾ തരും. അപ്പൊ എന്തായാലും അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ കവിതയിലെ വരികളൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റാൻസിൽ പാരഗ്രാഫിലേക്ക് കിടക്കാം. 2 പാരഗ്രാഫുകളിലെ അതങ്ങോട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാരഗ്രാഫ് ഇത്രയേ ഉള്ളൂ മക്കളെ. കവി കുച്ച് സവാൽ കെ മാധ്യം സേ, സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് അർത്ഥം. കവി ചില ചോദ്യങ്ങളുടെ രൂപത്തിൽ, ചോദ്യങ്ങളിലൂടെ ബച്ചോं की इस दुर्दशा का कारण इशारा करना चाहते हैं, അതായത് കുട്ടികളുടെ ഈ ദുർദശ, ദുരവസ്ഥ അല്ലെ, കുട്ടികളുടെ ഈ ദുർദശ, ഈ ദുരവസ്ഥയുടെ കാരണം ഇഷാര കർണ, ചൂണ്ടിക്കാണിക്കുക. ഇഷാര കർണ ചാത്തയാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ കവി കുട്ടികളുടെ ഈ ഒരു ദുരവസ്ഥ, കുട്ടികൾ ജോലിക്ക് പോകുന്ന ഈ ഒരു ദുരവസ്ഥയുടെ കാരണങ്ങളൊക്കെ ചില ചോദ്യങ്ങളുടെ രൂപത്തിലാണ് നമ്മളോട് അവതരിപ്പിക്കുന്നത്. വേ പൂച്ച്തേ ഹേ കി, അദ്ദേഹം ചോദിക്കുകയാണ്, അതായത് നമ്മുടെ കവി ചോദിക്കുകയാണ്, ക്യാ സാരി കിതാബോं को दीमकों ने खा लिया है, എന്താ ഈ ഭൂമിയിലെ സകല പുസ്തകങ്ങളും ചിതലുകൾ തിന്നുപോയോ? ക്യാ സാരേ ഗിലൗനെ പഹാഡ് കെ നീച്ചെ ദബ് ഗയേ ഹേ, എല്ലാ കളിപ്പാട്ടങ്ങളും പർവ്വതത്തിനടിയിൽ പെട്ടുപോയോ? ക്യാ സാരേ വിദ്യാലയ കിസി ഭൂകമ്പ മേം ദഹ് ഗയേ ഹേ, എന്താ എല്ലാ വിദ്യാലയങ്ങളും എല്ലാ സ്കൂളുകളും ഏതെങ്കിലും ഭൂകമ്പത്തിൽ തകർന്നു പോയോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് ചോദ്യങ്ങളെ വെച്ചിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കവിതയുടെ വരികൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് തരുമല്ലോ, അതൊക്കെ വെച്ചിട്ട് എഴുതാം. ഇനി എന്താ? ഇൻ പ്രശ്നോം കെ ദ്വാര, ഈ കവിത, ഈ വരി ചോദ്യങ്ങളിലൂടെ, പ്രശ്നം എന്ന് പറഞ്ഞാലും സവാൽ തന്നെയാണ് അർത്ഥം. എന്താ? ചോദ്യം. ഈ ചോദ്യങ്ങളിലൂടെ കവി കഹനാ ചാത്താ ഹേ, കവി പറയാൻ ആഗ്രഹിക്കുകയാണ്, കി എന്തെന്നാൽ ഹാലാങ്കി ഇസ് ദുനിയാ മേം സാരി
സാരി ചീസേ മസ്ബ മാമൂൽ ഹേ. ഹാലാങ്കി എന്ന് പറഞ്ഞാൽ എന്നിട്ട് പോലും എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഈ ലോകത്ത് ഇസ് ദുനിയാമേം സാരി ചീസേം എല്ലാ കാര്യങ്ങളും ഹസ്ബ മാമൂൽ ഹേ പതിവ് രീതിയിൽ തന്നെയാണെങ്കിലും, അതായത് ഈ ലോകത്ത് വിദ്യാലയങ്ങളുണ്ട്, അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങളുണ്ട്, അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം പതിവ് പോലെയാണെങ്കിലും ബച്ചോം പഠനെ ഓർ ഖേൽനെ കെ അവസർ സേ വഞ്ചിത് ഹോത്തെ ഹേ. കുട്ടികൾക്ക് പഠനവും അതേപോലെ കളിക്കാനുമുള്ള അവസരം എന്ത് ചെയ്യാണ്, നിഷിദ്ധമാക്കപ്പെടുകയാണ്, കുട്ടികൾ വഞ്ചിക്കപ്പെടുകയാണ് അക്കാര്യത്തിൽ എന്നാണ് കവി ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ മക്കളെ, കാര്യങ്ങൾ പിടുത്തം കിട്ടിയല്ലോ. ഇനി ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് ബാലശ്രമിനെ കുറിച്ച് ഒരു ടിപ്പണി ചോദിക്കുകയാണെങ്കിൽ, എന്ത് തേങ്ങ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി ഈ കവിതയെ ബേസ് ചെയ്തുകൊണ്ട് ബാലശ്രം കെ ബാരേമിയും एक പോസ്റ്റർ തയ്യാറാക്കരെ, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കും. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.